ഇന്നലെ ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഏതായാലും അപ്പോൾ തന്നെ നമ്മുടെ മാപ്രകൾ പണി തുടങ്ങിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞിരുന്നത് സുരേഷ് ഗോപി ജയിക്കില്ല എന്നാണ്. പിന്നീട് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി ആകില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. ഇപ്പോൾ പറയുന്നത് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്കൊക്കെ തൊട്ട് മുമ്പ് മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത് താങ്കൾക്ക് ഇതാണോ ലഭിച്ചത് എന്ന് ചോദിച്ചു. നമുക്കറിയാം സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷവും മറ്റും അദ്ദേഹം പറഞ്ഞ കാര്യം, എനിക്ക് സ്വതന്ത്രമായി മുൻപോട്ട് പോകേണ്ടതുണ്ട്, എനിക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, താൻ കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞാൽ അതിനുള്ള സമയം തനിക്ക് കിട്ടില്ല. കാരണം കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്തിൻ്റെ മുഴുവൻ മന്ത്രിയാണ്. അദ്ദേഹത്തിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും പോകേണ്ടതായി വരും, എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇനി തനിക്ക് താല്പര്യമില്ല. തനിക്ക് കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് കൂടുതൽ താല്പര്യം. കാരണം തനിക്ക് 5 മന്ത്രാലയങ്ങളുടെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ താൻ വിചാരിക്കുന്ന പല കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. എയിംസ് അടക്കമുള്ളവയാണ് തനിക്ക് നടപ്പാക്കാൻ ആഗ്രഹമെന്ന് കൂടി പറയുന്നു. ഈ അവസരത്തിൽ തന്നെ സ്വതന്ത്രമാക്കി വിടണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് താൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവർ ചെവിക്കൊള്ളും എന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ പറഞ്ഞത് താൻ ഇപ്പോൾ ചില സിനിമകളുടെ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. അതിലൊന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഫിലിമാണ്. അത് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായിട്ട് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രൊജക്റ്റായ ഒറ്റക്കൊമ്പൻ, അതിൻ്റെ ചിത്രീകരണം തുടങ്ങിയതാണ്, അത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി 2 ചിത്രങ്ങളുടെ ഡബ്ബിംഗ് ജോലികൾ മാത്രമാണ് ഇനി അവസാനിക്കാനുള്ളത്. അതുകൂടാതെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ചിത്രത്തിൽ പുള്ളി കരാർ ഒപ്പിട്ടിരിക്കുന്നു. അത് ഒപ്പം ഗോകുലം ഗോപാലിൻ്റെ സിനിമയുമുണ്ട്. അതായത് 2 വർഷത്തിനുള്ളിൽ ഈ സിനിമകളെല്ലാം പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് കേന്ദ്രവും ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ സിനിമകൾ പൂർത്തിയാക്കി ഇനി പുതിയതായ ഒരു സിനിമയ്ക്കും കരാർ ഒപ്പിടാതിരിക്കുക എന്നുള്ളതാണ്. അതിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തന്നെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് അതാണ്, ഇതോടുകൂടി താൻ സിനിമാഭിനയം നിർത്തുന്നു, ഇതിൽ നിന്ന് കിട്ടുന്ന പണം അതിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം തൻ്റെ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ്, തനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന പണമുള്ളത് കൊണ്ടാണ് തനിക്ക് പാവങ്ങളെ സഹായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആണ് താൻ കുറച്ച് സിനിമകളുടെ അഭിനയിച്ച് താൻ അത് നിർത്തി ബാക്കി ചെയ്യുന്നു എന്ന് പറയുന്നത്. ഏതായാലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നലെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റതും. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് കേന്ദ്രമന്ത്രി പദം വേണ്ട എന്ന് താൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഒരു എംപിക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് തൻ്റെ മണ്ഡലത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്. അതായത് ഒരു എം പി വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളത് സുരേഷ് ഗോപി തന്നെ തെളിയിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം രാജ്യസഭാ എം പി ആയിരുന്ന കാലത്ത്, അതായത് നോമിനേറ്റഡ് രാജ്യസഭാ എം പി ആയിരുന്നു എന്നുകൂടി നാം ഓർക്കണം. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ എം പി ആയിരുന്നില്ല. എന്നിട്ട് പോലും അദ്ദേഹം വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള ഫണ്ടുകളും മറ്റും ആദിവാസി വിഭാഗങ്ങൾക്കിടയിലും മറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എം പി ആയി നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കിട്ടുന്ന ഗ്രാൻഡ് മുഴുവൻ ലാപ്സാക്കി കളയുന്ന നമ്മുടെ എം പിമാരെ നോക്കി സുരേഷ് ഗോപിയെ വിലയിരുത്താൻ നിൽക്കുകയും വേണ്ട. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.